നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ വൻ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് കസേരയിൽ കയറി നിന്നുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. എം പിമാരുടെ ഭാഗത്തു നിന്നും ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവർ പേപ്പർ വലിച്ചു കീറി എറിഞ്ഞു. ചെയറിന് നേരെയായിരുന്നു കടലാസ് കീറി എറിഞ്ഞത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. മേശപ്പുറത്ത് കയറി കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ലോക്സഭയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വിശദീകരിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും കാർഷിക മേഖലയുടെയും ക്ഷീരമേഖലയുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കില്ല എന്നും പീയൂഷ് ഗോയൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയും വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കലാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ കയറ്റുമതി രംഗത്തിന് ഗുണം ചെയ്യുന്നതും മേക്ക് ഇൻ ഇന്ത്യ, ഡിസൈൻ ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ഇന്ത്യ US വ്യാപാര കരാറെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും ഗുണകരമാകുന്നതാണ് കരാറെന്നും ഇത് രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള കരാറാണെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യക്ക് മേലുള്ള US തീരുവ മറ്റു രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും ഗോയൽ വ്യക്തമാക്കി. മാത്രമല്ല, പ്രതിപക്ഷ പ്രതിഷേധം അത് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ അരങ്ങേറിയിരിക്കുകയാണ്. പ്രതിപക്ഷം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്ററുകളുമായിട്ടാണ് പ്രതിഷേധിച്ചത്, ശബ്ദമുയർത്തിയത്. PM കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പോസ്റ്ററുകളുമായി എത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ സറണ്ടർ മോദി എന്ന് ആർത്തു വിളിക്കുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഈ പേപ്പർ കീറി ഡയസിന് നേരെ, ചെയറിന് നേരെ എറിയാൻ പാകത്തിനുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാൻ കാരണം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കാത്തതാണ്. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ലോക്സഭയിൽ പുകയുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. അത് നമുക്കറിയാം, ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ. അത് വലിയ രീതിയിലാണ് ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള കരസേന മുൻ തലവൻ ജനറൽ MM നരവനെയുടെ പുസ്തകത്തെ ചൊല്ലി തുടർച്ചയായ 3-ാം ദിവസവും വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നരവനെയുടെ പുസ്തകവും അതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ അരങ്ങേറിയിരിക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധവും ഒക്കെ വലിയ രീതിയിലാണ് അത് ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായത്. നരവനെയുടെ പുസ്തകത്തിനൊപ്പം US-ഉമായുള്ള വ്യാപാര കരാറും സഭയിൽ പ്രതിഷേധം അലയടിക്കാൻ കാരണമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. രാഹുലിന്റെ പ്രസംഗത്തിന് 2 ദിവസം കാത്തുനിന്നെന്നും മറ്റുള്ളവർക്കും സംസാരിക്കണമെന്നുമായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. ബഹളം കനത്തതോടെ ലോക്സഭ ഇടയ്ക്ക് നിർത്തിവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. 2 മണിവരെ പിരിഞ്ഞു. അതിനുശേഷം വീണ്ടും കൂടുന്നു. പക്ഷേ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നു, പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്നു. ഈ കോൺഗ്രസ് MPമാർ കസേരയിൽ കയറി പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ രാഹുലിന് സംസാരിക്കാനുള്ള അനുവാദം നിഷേധിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കനത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പിന്നാലെ 5 മണിവരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ലോക്സഭ. ജനറൽ നരവനെയുടെ പുസ്തകം മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയം. പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന പുസ്തകം ഇതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ശേഷം നരവനെയുടെ പുസ്തകം ഉയർത്തിയായിരുന്നു രാഹുൽ ഗാന്ധി സഭയ്ക്ക് അകത്ത് കയറിയത്. ഇത് വായിക്കാൻ അനുവദിക്കണമെന്ന് രാഹുൽ വീണ്ടും ആവശ്യപ്പെട്ടു. പക്ഷേ അനുവാദം കിട്ടിയില്ല. ഇതോടെ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഒടുവിൽ 2 മണിവരെ നിർത്തിവെക്കുകയും അത് കഴിഞ്ഞ് കൂടിയപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, BJPയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോര് ലോക്സഭയിൽ അരങ്ങേറി. പാർലമെന്റ് കവാടത്തിന് പുറത്ത് BJP MP രവനീത് ബിട്ടവും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരാണ് ഉണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ സസ്പെൻഷനിലായ പ്രതിപക്ഷ MPമാർ സത്യഗ്രഹം നടത്തുന്ന സ്ഥലത്തായിരുന്നു രാഹുൽ ബിട്ടു വാക്പോര് അരങ്ങേറിയത്. യുദ്ധം ജയിച്ച് വന്നതാണോ എന്ന് സമരം ചെയ്യുന്ന MPമാരെ ബിട്ടു പരിഹസിച്ചു. ഇതാണ് വാക്പോരിലേക്ക് നയിച്ചത്. ബിട്ടു ചതിയനെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ഇതോടെ പാർലമെന്റ് മകര കവാടത്തിൽ വാക്പോര് അതിരൂക്ഷമായി. രാഹുൽ രാജ്യത്തിന്റെ ശത്രുവെന്ന് ബിട്ടു അഭിപ്രായപ്പെട്ടു. പക്ഷെ മറ്റ് MPമാർ ഇടപെട്ടതോടെ വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഈ 3 ദിവസമായിട്ട് ലോക്സഭ ഇത്രയധികം പ്രക്ഷുബ്ധമാക്കുന്ന, ഇത്രയധികം പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്ന നരവനെയുടെ ആ പുസ്തകം എന്താണ്? നമുക്ക് നോക്കാം, എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത്, എന്താണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് നോക്കാം. 2020 ഓഗസ്റ്റ് 31 വടക്കൻ മേഖലാ കമാൻഡറായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ യോഗേഷ് ജോഷി. അദ്ദേഹത്തിന് രാത്രി 8:15 ഒരു സന്ദേശം കിട്ടുന്നു.
ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ സൈനിക വിന്യാസം നടത്തിയ കൈലാഷ് മലനിരകളിലെ ഒരു കുന്നിന് നേരെ ചൈനീസ് ടാങ്കുകൾ നീങ്ങുന്നു എന്നായിരുന്നു ആ സന്ദേശം കിട്ടിയത്. പാകിസ്ഥാൻ അതിർത്തിയാണെങ്കിൽ തിരികെ വെടിവെക്കാൻ മേഖലയിലെ കമാൻഡർമാരുടെ അനുമതി മതി. എന്നാൽ ചൈനയായതിനാൽ ഉന്നതതല നിർദ്ദേശം ആവശ്യമാണ്. ഇതിനായി കരസേനാ മേധാവിയായിരുന്ന ജനറൽ MM നരവനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ഒന്നിലധികം തവണ വിളിച്ചിട്ടും ഉത്തരവ് നൽകിയില്ല. അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരെയും വിളിക്കാൻ ശ്രമിച്ചു. മണിക്കൂറുകൾ വൈകി രാത്രി 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിച്ച ശേഷം രാജ്നാഥ് സിംഗ് സേനയ്ക്ക് ഉചിതമായത് തീരുമാനിക്കാമെന്നും മറുപടി നൽകിയെന്നാണ് നരവനയുടെ പുസ്തകത്തിൽ പറയുന്നതെന്നാണ് റിപ്പോർട്ട്. 2024 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെന്നാണ് ആരോപണം. ഈ ഒരു പുസ്തകത്തിന്മേലുള്ള അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലുകൾക്ക് മേലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചു. ഈ രണ്ട് വിഷയങ്ങളും ലോക്സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളി. പ്രധാനമന്ത്രിക്ക് സഭയിലെത്താൻ ഭയമാണെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. പാർലമെന്ററി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ലോക്സഭയുടെ അന്തസ്സും പാരമ്പര്യവും ആരും മറക്കരുതെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മപ്പെടുത്തി. മര്യാദ ലംഘിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. സഭ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ദീർഘകാലം നിങ്ങൾ അധികാരത്തിലിരിക്കുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ലോക്സഭയുടെ അലങ്കാരവും അന്തസ്സും ലംഘിക്കുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് െന്ന് സ്പീക്കറുടെ വിമർശനം. പ്രതിഷേധിക്കാൻ വഴിയുണ്ട്, പ്രതിഷേധിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട്. എന്നിരുന്നാലും നിങ്ങളെല്ലാം നിങ്ങളുടെ നിയുക്ത സീറ്റുകളിൽ, അതായത് ഇപ്പോൾ ഉള്ള സീറ്റുകളിൽ നിന്നും മറുവശത്തേക്ക് നടക്കുന്നു, എഴുന്നേറ്റ് നടക്കുന്നു, അതിന് മുകളിൽ കയറുന്നു, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി അന്തസ്സിനെ തകർക്കുകയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. നിങ്ങളെല്ലാവരും മുതിർന്ന നേതാക്കളാണ്, പക്ഷേ നിങ്ങൾ സഭയുടെ നിയമങ്ങൾ ലംഘിക്കുന്നത് ശരിയല്ല. മുദ്രാവാക്യം വിളിച്ചോ പോസ്റ്ററുകൾ വഹിച്ചുകൊണ്ടോ പ്രതിഷേധിക്കരുത്. വാക്കുകൾ കൊണ്ടോ യുക്തിസഹമായ വാദങ്ങൾ കൊണ്ടോ പ്രതിഷേധിക്കണമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. അതേസമയം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ദുർബലമാക്കുന്നുവെന്നും പദ്ധതികളുടെ ഫലം ജനങ്ങളിൽ എത്തുന്നില്ലെന്ന രൂക്ഷ വിമർശനം മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ചു. നന്ദി പ്രമേയ ചർച്ചയിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനം. കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് സമയത്തിൽ 8 MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. കോൺഗ്രസ് അംഗങ്ങളായ ഹൈബി ഈഡൻ, അമരീന്ദർ സിംഗ് രാജാവാറിംഗ്, മാണിക്യം ടാഗോർ, ഗുർജിത് സിംഗ് ഔജാല, പ്രശാന്ത് യദാറാവു, അതുപോലെ തന്നെ ചമല കിരൺ കുമാർ റെഡ്ഡി, ഡീൻ കുര്യാക്കോസ്, CPI MP വെങ്കിടേശൻ എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാർ. എന്തായാലും സുരക്ഷയെക്കുറിച്ചുള്ള വിഷയത്തിൽ സഭയിൽ സംസാരിക്കാനുള്ള തന്റെ അവകാശം നിഷേധിക്കപ്പെട്ടതിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അദ്ദേഹം കത്തെഴുതി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രമേയ ചർച്ചയ്ക്കിടെ സംസാരിക്കാൻ തനിക്ക് അനുവാദമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കത്തിൽ പറഞ്ഞു. 2020 ഇന്ത്യ ചൈന സംഘർഷം ഉന്നയിക്കുമ്പോൾ പരാമർശിക്കാൻ ഉദ്ദേശിച്ച ഒരു മാസികയുടെ ആധികാരികത ഉറപ്പാക്കാൻ സ്പീക്കർ തന്നോട് നിർദ്ദേശിച്ചതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ദീർഘകാല പാരമ്പര്യവും മുൻ സ്പീക്കർമാർ ആവർത്തിച്ചുള്ള റൂളിങ്ങുകളും അനുസരിച്ച് സഭയിൽ ഒരു രേഖ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അംഗം അത് പ്രാമാണീകരിക്കുകയും അതിലെ ഉള്ളടക്കങ്ങൾ ഉത്തരവാദിത്വം സ്ഥിരീകരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നടപടിക്രമം താൻ കൃത്യമായി പാലിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം സ്പീക്കർ അംഗത്തിന് രേഖ ഉദ്ധരിക്കാനോ പരാമർശിക്കാനോ അനുവദിക്കുകയും അതിന് മറുപടി നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറുകയും ചെയറിന്റെ പങ്ക് അവസാനിക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ പേപ്പർ കീറി ചെയറിന് നേരെ എറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.